പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ അവസാന പുസ്തകമാണ് മലാക്കി പ്രവാചകന്റെ പുസ്തകം. മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യം, അവസാന വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്: കർത്താവിൻ്റെ മഹത്വം ഭീതിജനകമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയായെ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും അവൻ തിരിക്കും. പ്രിയപ്പെട്ടവരെ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയ പ്രവാചകൻ വന്നു പോയതാണ്. മലാക്കി പ്രവചനം പഴയ നിയമത്തിലെ അവസാന പ്രവചന ഗ്രന്ഥമാണ്. ഇവിടെ പറയുകയാണ്, വീണ്ടും ഞാൻ ഏലിയായെ അയക്കുമെന്ന്. ഏലിയ പ്രവാചകൻ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വന്നു പോയതാണ്. വീണ്ടും ഞാൻ ഏലിയായെ അയക്കുമെന്ന് മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുകയാണ്. ഇതിനുശേഷം ഒരു 400 വർഷക്കാലം പ്രവചനങ്ങളൊന്നും നമുക്ക് ലഭ്യമാകാത്ത വിധം ഉണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ നിശബ്ദയുടെ കാലഘട്ടമെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ പുതിയ നിയമം എഴുതപ്പെടുകയാണ്. മരുഭൂമിയിൽ ഒരു സ്നാപകയോഹന്നാൻ, ഈശോയുടെ മുന്നോടിയായ സ്നാപകയോഹന്നാൻ ആരംഭിക്കുകയാണ്. ഈശോയുടെ മുന്നോടിയായ സ്നാപകയോഹന്നാനെക്കുറിച്ചുള്ള പഴയ നിയമത്തിലെ ഒരു പ്രവചനമായിരുന്നു ഈ വാക്കുകൾ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 14:11 ഈശോ ഇത് പ്രൂവ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങൾ സ്വീകരിക്കാൻ സന്നദ്ധരെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ എന്ന് ഈശോ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ന് സ്നാപകയോഹന്നാൻ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, സ്നാപകയോഹന്നാനെ പോലെ ധീരതയോടെ ഈശോയ്ക്ക് സാക്ഷ്യം വയ്ക്കുന്നൊരു ജീവിതം ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.